കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങിയതിന് പിന്നാലെ CPM-നുള്ളിൽ അതൃപ്തി പുകയുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പരസ്യ പ്രതികരണവുമായി എത്തി പാർട്ടിയെ വെല്ലുവിളിക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള എ പത്മകുമാർ. പ്രതിഷേധം പരസ്യമാക്കിയില്ലെങ്കിലും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്തതിൽ പി ജയരാജനും ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കും വിയോജിപ്പുണ്ട്, അതൃപ്തിയുണ്ട്. അവരത് പാർട്ടി ഫോറത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പി ജയരാജൻ്റെ മകൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസും പി ജയരാജൻ അനുകൂലികളുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളും ആ പ്രതിഷേധം വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രി MP രാജേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള N സുകന്യ ഈ സമയത്തിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് ചർച്ചയാവുകയും അവർ അതൃപ്തിയുണ്ട് അവർക്ക് എന്ന വിലയിരുത്തൽ വരികയും ചെയ്തു. അത് പിന്നീട് വ്യാഖ്യാനിക്കലാണ് എന്ന് മാധ്യമം. അതെ അതെ, പുറത്തു വരാത്തവരും കുറച്ച് ആൾക്കാരുണ്ടാവും. സെൻട്രൽ ന്യൂസിൽ നിന്ന് ബി ദിലീപ് കുമാർ അതിന്റെ കൂടുതൽ വിശകലനവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ പറഞ്ഞതുപോലെ CPM-ന്റെ ഒരു സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ ഒരു ഭാഗത്ത് ആശ്വാസമുണ്ട്, ആ രീതിയിലുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൃത്യമായ തീരുമാനം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതാണ്. പക്ഷേ ഈ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ വരുന്നത്. ആ രീതിയിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഒന്ന് ഈ പ്രായപരിധി മാനദണ്ഡം, മറ്റൊന്ന് സമിതികളിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പരസ്യമായ പ്രതിഷേധം. ഇതൊന്നും CPM-ൽ കണ്ടുവരുന്ന കാര്യമല്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു? ഇനിയിപ്പോൾ CPM എങ്ങനെയാണ് ഈ ഒരു അനുനയ ശ്രമത്തിന് നീങ്ങുക? അത്തരം വിവരങ്ങളുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ SKN വിജയൻ, പ്രജിൻ. CPIM-നെ സംബന്ധിച്ച് ഇതുവരെ CPIM-ൽ സംഭവിക്കാത്ത തരത്തിലുള്ള ചില അസ്വസ്ഥതകളാണ് സംസ്ഥാന സമ്മേളനം അത് വിജയകരമായി സമാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഉയരുന്നത്. മഴ പെയ്തു കഴിഞ്ഞു, പക്ഷേ മരം പെയ്യുന്നു എന്ന നിലയിലേക്ക് ഇപ്പോൾ ഈ CPIM-ലെ അസ്വസ്ഥതകൾ മാറുകയാണ്. അത് സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം നേടാത്തവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം ലഭിക്കാത്തവരുടെ പ്രതിഷേധങ്ങളുണ്ട്. അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ CPM-ൽ ഇപ്പോഴുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല, വലിയ മികച്ച രീതിയിൽ സംസ്ഥാന സമ്മേളനം സ്വയം വിമർശനപരമായ ചർച്ചകളോടെയൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ എ പത്മകുമാറിനെ പോലെയുള്ള നേതാക്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്നും പ്രശ്നമല്ല എന്ന നിലയിലേക്കാണ് CPIM സംസ്ഥാന നേതൃത്വം കാണുന്നത്. പക്ഷേ ജില്ലാ നേതൃത്വം ഇതിനോട് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവാണ് എ പത്മകുമാർ, അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ്, സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാം പറയുന്നത്. ഇന്നലെ തന്നെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ എ പത്മകുമാർ ഫേസ്ബുക്കിൽ തനിക്ക് നേരിട്ട അവഗണന, സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം നൽകാത്തതിലുള്ള അതൃപ്തി, ഇതൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതാണ് എ പത്മകുമാറിനെ ചൊടിപ്പിച്ചത്. 52 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം തനിക്കുണ്ട്. 9 വർഷക്കാലമായി ആയിട്ടുള്ളൂ വീണ ജോർജ് ഈ പാർട്ടിയിലേക്ക് വന്നത്. വീണ ജോർജിനെ പാർലമെൻ്ററി രംഗത്തേക്കാണ് നിയോഗിച്ചത്. പക്ഷേ സംഘടനാപരമായ പ്രവർത്തന മികവ് അല്ലെങ്കിൽ സംഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള തന്നെ തഴഞ്ഞതിലുള്ള അതൃപ്തി പത്മകുമാർ പിന്നീട് അത് പരസ്യമായി പറയുകയും ചെയ്തു. CPIM നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയെങ്കിലും പിന്നീട് പ്രതികരണങ്ങൾ വളരെ രൂക്ഷമായിരുന്നു. CPIM-നെ സംബന്ധിച്ച് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളതായിരുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അനുവദിക്കുകയാണെങ്കിൽ താൻ ബ്രാഞ്ചിൽ അംഗമായി തുടരാം, ഇനി അത് അനുവദിക്കുന്നില്ലെങ്കിൽ 62 വയസ്സിൽ താൻ വിരമിക്കുന്നതായി കണക്കാക്കണം എന്നാണ് എ പത്മകുമാർ പറഞ്ഞത്. മറ്റു നേതാക്കൾ, കണ്ണൂരിൽ നിന്നുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് സുകന്യ ഇതിലുള്ള എതിർപ്പ് പരസ്യമാക്കിയിരുന്നത് ചെഗുവേരയുടെ ഒരു വാചകം കൂടി, അനീതിക്കെതിരെ നീ തീയാവുകയാണെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും, സഖാവായിരിക്കും എന്ന ചെഗുവേരയുടെ വാചകങ്ങളാണ് സുകന്യ ഫേസ്ബുക്കിൽ ഇതിന് പിന്നാലെ കുറിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് സുകന്യ. തൃശ്ശൂരിൽ നിന്ന് അംഗമാകുമെന്ന് കരുതപ്പെട്ടിരുന്ന SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി UP ജോസഫിനൊപ്പമുള്ള ചിത്രവും അദ്ദേഹത്തിന് ഒരു പിറന്നാൾ ആശംസ എന്ന നിലയിൽ കൂടി സുകന്യ പങ്കുവച്ചിട്ടുണ്ട്. മറ്റു നേതാക്കളൊക്കെ തന്നെ, പി ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ജയൻ രാജാണ് എതിർപ്പുമായി വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ എത്തിയത്. അത് M സ്വരാജ് നേരത്തെ പറഞ്ഞ ചില വാചകങ്ങൾ തന്നെയാണ്. M സ്വരാജിൻ്റെ നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിന് ജയൻ രാജ് ആയുധമാക്കിയിട്ടുമുള്ളത്. മറിച്ചൊരു നീതി ഇക്കാലത്ത് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ സ്റ്റാറ്റസാണ് ജയൻ രാജ്
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇട്ടത്. അങ്ങനെ ഈ നിലയിൽ പല നേതാക്കളും CPIM-നുള്ളിൽ തന്നെ ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരണവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണവുമായി രംഗത്തുണ്ട്. പരസ്യമായി MB രാജേഷ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത്തവണ ഇടം ലഭിക്കുമെന്ന് കരുതിയ നേതാവാണ് തദ്ദേശ മന്ത്രി കൂടിയായ MB രാജേഷ്. അദ്ദേഹത്തെക്കാൾ നേരത്തെ സംഘടനാ രംഗത്ത് ജൂനിയറായ മറ്റ് മുഹമ്മദ് റിയാസ്, PK ബിജു, M സ്വരാജ് തുടങ്ങിയവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉള്ളപ്പോൾ ഇപ്പോൾ MB രാജേഷ് സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രം തുടരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഇനി ഉൾപ്പെടുത്തുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.